ഹരിയോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആളുകൾക്കിടയിൽ ഈ ഭക്തി വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ കൂടുതലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്താണ് ഹരിയുടെ അഭിപ്രായം? ഈ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി രണ്ട് തരത്തിൽ ഇന്ന് കാണുന്നുണ്ട്. ഒന്ന് വളരെ കാര്യസാധ്യത്തിന് വേണ്ടി, പിന്നെയുള്ളത് ഭയം കൊണ്ടുള്ള ഭക്തി, മൂന്നാമതൊരു ഭക്തിയുണ്ട്, അതായത് സമയം കൊല്ലാനുള്ള ഭക്തി. ഇന്ന് മൂന്ന് തരത്തിലും കാണുന്നുണ്ട്. ആദ്യത്തെ കാര്യസാധ്യത്തിനുള്ള ഭക്തിക്കാണ് നമ്മൾ കൂടുതലായിട്ട് വഴിപാടുകൾ നമ്മൾ ചെയ്യുക. കാരണം കൈക്കൂലി കൊടുത്താൽ എന്ത് കാര്യവും നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വരനെ വിചാരിക്കും, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഈശ്വരനെ വിചാരിക്കും. അത് ആരെ കണ്ടാൽ നടക്കും? നമ്മളൊരു അസുഖം വരുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക? ഏത് ഡോക്ടറാണോ ബെസ്റ്റ്? ഗുരുവായൂരെ ഡോക്ടറാണോ ബെസ്റ്റ്? ശബരിമലയിൽ ഡോക്ടറാണോ ബെസ്റ്റ്? ചോറ്റാനിക്കൽ ഡോക്ടറാണോ ബെസ്റ്റ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. എവിടെയാണ് കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ് കിട്ടുക? ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും നമ്മൾ ആദ്യം പോവുക. കാരണം അവിടെ ഇന്ന വഴിപാട് കഴിച്ചാൽ പറ്റും, അതിന് ഇത്ര ചിലവായാൽ കുഴപ്പമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കണം, നമുക്ക് റിസൾട്ട് കിട്ടണം. ഇതിനു വേണ്ടി വിചാരിക്കുന്ന ഒരു വിഭാഗം ഭയങ്കരമായിട്ടുണ്ട്. ഇവർ തീർച്ചയായിട്ടും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല. കാര്യം നമ്മളവിടെ വഴിപാട് കഴിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്താ പറയുക, ആ ഉത്സവം വരണ്ട് ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്രദ്ധിക്കാതെ വിടുന്ന് പോരും. കാരണം വേറൊന്നുമല്ല, എൻ്റെ കാര്യത്തിനുള്ള പൈസ ഞാൻ കൊടുത്ത്, ഞാൻ ആ കാശ് കൊടുത്ത് ഞാൻ കാര്യം കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് കാര്യസാധ്യം മാത്രമേ മുഖ്യമുള്ളൂ. കാരണം അതിനപ്പുറേക്കുള്ള ഒരു കാര്യം അവിടെ ഇല്ല. ഇത് ഈശ്വരൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നും പറയാനില്ല. ഈശ്വരൻ എന്തായാലും കൈക്കൂലി വാങ്ങാൻ വേണ്ടി കച്ചവടത്തിന് ഇരിക്കുകയാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ഈ ഭയം എന്നുള്ള വികാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തും പേടിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ പ്രശ്നമാണോ, ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണോ, എനിക്ക് അങ്ങനെ വന്നത് ഇന്ന കാരണം കൊണ്ടാണോ, ഇങ്ങനെ വന്ന ഇന്ന കാരണം കൊണ്ടാണോ, എനിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളും ദൂഷ്യങ്ങളും എല്ലാം എൻ്റെ സമയദോഷത്തിൻ്റെ പ്രശ്നങ്ങളാണ്, ഈശ്വരൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ്, എൻ്റെ വിധിയാണ്, എൻ്റെ യോഗമാണെന്ന് വിചാരിക്കുന്ന ഒരു ഭയം. ഒരു വലിയ വിഭാഗമുണ്ടത്. എന്തിലും ഭയമാണ്. ഇന്ന് രാവിലെ പാല് വന്നില്ല എങ്കിൽ അയ്യോ എന്തോ ദോഷം പറ്റി എന്ന് വരെ വിചാരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതും എന്തോ ദോഷം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും, ഒരു മഴ പെയ്താലും ദോഷം, വെയിൽ വന്നാലും ദോഷം, എന്ത് സംഭവിച്ചാലും ദോഷം, എന്ത് സംഭവിച്ചില്ലെങ്കിലും ദോഷം. ഇത്തരത്തിൽ ചിന്തിക്കുന്നൊരു വിഭാഗം എന്തിനേയും ഭയത്തോടെ കാണുക. ഇവർ ദിവസവും പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെങ്കിൽ ആ ദോഷം മാറണം, എനിക്ക് ഈ ദോഷം മാറണം, ഇങ്ങനെ എന്നും പോയി ആ പ്രശ്നം മാറണം, ഈ പ്രശ്നം മാറണം. സത്യത്തിൽ ഇവരൊരിക്കലും നല്ലത് കാണുന്നേയില്ല. ഇവരെപ്പോഴും പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. എൻ്റെ മുമ്പിലേക്ക് കുറേ പച്ചക്കറി വന്നതിൽ 2 പച്ചക്കറി ചീഞ്ഞു പോയി. ആ ചീഞ്ഞ പച്ചക്കറി മാത്രം അവർ കാണുക. അവിടെ ഒരു ബണ്ടിൽ നല്ല ഒന്നാന്തരം പച്ചക്കറി വന്നിട്ടുണ്ട്. ആ പച്ചക്കറിയിൽ 2 ചീഞ്ഞ പച്ചക്കറിയെ പറ്റി ഇവിടുന്ന് ആദ്യം വിളിക്കുക, ഈശ്വര ആ 2 പച്ചക്കറി അതിൽ ചീഞ്ഞതാണല്ലോ, ഈ ചീഞ്ഞ പച്ചക്കറിയിൽ നിന്നുള്ള ജീവികളും വിഷവും ഒക്കെ ഇതിലേക്ക് കയറിയിട്ടുണ്ടാവുമോ, ഇത് മുഴുവൻ നാളെ ചീഞ്ഞു പോവോ, ഇങ്ങനെയാണെങ്കിൽ എന്താ ഞാൻ ചെയ്യുക എന്ന് വിചാരിച്ച് ഇവർ ഈശ്വരനെ വിളിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നല്ലത് ഇവർക്കൊരിക്കലും കാണാൻ നേരമേയില്ല. നല്ല പ്രതീക്ഷകൾ ഒരിക്കലുമില്ല. ഇവർക്കെല്ലാം ദൂഷ്യമാണ്. ഇവർ ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി മാത്രം പറയുക. ഈശ്വരൻ്റെ അവസ്ഥ എന്താവുമെന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ്റെ എന്തായിരിക്കും ഈ ഭക്തയോട് അല്ലെങ്കിൽ ഭക്തനോട് തോന്നുന്ന വികാരം? എന്തൊരു ഉപദ്രവമാണെന്നല്ലേ. എന്തു കൊടുത്താലും ഇത് തന്നെ പറയുള്ളൂ, നല്ലത് പറയാൻ പഠിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവരെ എങ്ങനെയാണ് ഈശ്വരൻ നന്നാക്കിയെടുക്കുക? മൂന്നാമത്തെ വിഭാഗം എന്താണ് നമ്മൾ പറഞ്ഞത്? ടൈം പാസ്. ഇന്നിപ്പോൾ റിട്ടയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിലേക്ക് നോക്കിയാൽ നമുക്ക് വളരെ തമാശയായി തോന്നുന്നൊരു കാര്യമുണ്ട്. ജോലി ചെയ്യുന്നവരെക്കാളും കൂടുതൽ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്നവരെ നമുക്ക് സുഖമായിട്ട് കാണാൻ കഴിയും. നമുക്കൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തോടെ ഇറങ്ങി നമ്മൾ നടന്നാൽ എല്ലാ ദിവസവും പകൽ നേരത്തും ബാക്കിയൊക്കെ വളരെ വെടിവട്ടം പറഞ്ഞ് വളരെ കാഷ്വലായിട്ട് നല്ല വേഷത്തിൽ ജീവിക്കുന്ന
ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇവരെ നമ്മൾ കാണുമ്പോൾ വരുന്നുണ്ട്, ഇവരുടെ പോക്കറ്റിൽ എന്നാലും 500-ൻ്റെ കുറച്ച് നോട്ടുകളുണ്ടാവും. ഇവർക്ക് അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും പലപ്പോഴും കാണുന്നില്ല. ഒരു തരത്തിലുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ ഇവർ വരുമാനം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമുക്ക് കൃത്യമായ നിശ്ചയമില്ല. ഇവർക്ക് ധാരാളം സമയമുണ്ട്. ഒരു വലിയ വിഭാഗം റിട്ടയേർഡായിട്ടുള്ള ആളുകളുണ്ട്. 56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് സാമാന്യം നല്ല പെൻഷൻ ലഭിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ഓൾമോസ്റ്റ് സെറ്റിലായി, അവർക്കെല്ലാം വരുമാനം ലഭ്യമായി, അവരെല്ലാം വേറെ ഭാഗങ്ങളിൽ പോയി സെറ്റിലായി. ഇവർക്കൊക്കെ എന്താണ് ഒരു സമയം പോകാൻ? ഒരു സമയം പോകാനുള്ള ഏറ്റവും നല്ല മാർഗം അവർക്ക് ക്ഷേത്രങ്ങളാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ രാവിലെ ഏറ്റ് ഇന്ന് വേറെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് ഓഫീസിൽ പോകാനില്ല, ജോലി ചെയ്യാനില്ല, ഇവരതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമാവുക, ക്ഷേത്രങ്ങളിൽ പോവുക, ഭാഗവത പാരായണങ്ങൾക്ക് പോവുക, നാരായണീയ പാരായണങ്ങൾക്ക് പോവുക. അപ്പോൾ ഒരു വലിയ വിഭാഗത്തിനെ സംബന്ധിച്ചോളം അവരുടെ സമയം കളയുക, സമയം മുമ്പോട്ട് കൊണ്ടുപോവുക, ആ സമയം കൊണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ വേറെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പിൽ നിന്നും ഒരു വലിയ മോചനം. കാരണം ഇവരെ സംബന്ധിച്ചോളം വലിയ നീഡുകളൊന്നുമില്ല. ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് ഇവർ വലിയ റിക്വസ്റ്റുകളൊന്നും വയ്ക്കുന്നില്ല, ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല. ഇവർ ചിന്തിക്കുന്നത് ഇവർ ആ ഒരു കംഫർട്ടിലേക്ക് ജീവിക്കുക. ഇവർ തീർച്ചയായിട്ടും ഭഗവാന് സന്തോഷമുള്ള ആളുകളാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഭഗവാനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഈശ്വരനെ നമ്മൾ ഏത് തരത്തിൽ സ്മരിക്കുന്നു എന്നുള്ളത് ഈശ്വരൻ നമ്മളെ കാണുമ്പോഴും അദ്ദേഹം ചിന്തിക്കും എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഈശ്വരനെ ഏത് തരത്തിൽ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് നമ്മുടെ മനസ്ഥിതിയുടെയും നമ്മുടെ സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.